കാലുകളുമായി ജനിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കഥയല്ല കേട്ടോ, നടന്ന കാര്യമാണ്. പക്ഷെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആണെന്ന്. പക്ഷെ ഒന്നും അല്ല. 19-ാം നൂറ്റാണ്ടിലെ വൈദ്യശാസ്ത്ര ലോകത്തെ വിസ്മയിപ്പിച്ച പേരാണ് ജോസഫൈൻ മൈർട്ടിൽ കോർബിൻ. 1868 അമേരിക്കയിലെ ടെനസ്സയിലാണ് ഇവർ ജനിച്ചത്. ഡിപ്പിഗസ് എന്ന പ്രത്യേക ശാരീരിക അവസ്ഥയോടെയാണ് മൈർട്ടിൽ ജനിച്ചത്. അരക്കെട്ടിന് താഴെ 2 ശരീരഭാഗങ്ങളും 4 കാലുകളും അവർക്കുണ്ടായിരുന്നു. മൈർട്ടിലിന്റെ മാതാപിതാക്കൾ കാഴ്ചയിൽ ഒരേപോലെ ആയിരുന്നെങ്കിലും അവർ തമ്മിൽ രക്തബന്ധമില്ലായിരുന്നു എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ രക്തബന്ധങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതല്ലാന്ന് അവർ ഉറപ്പുവരുത്തി. അരക്കെട്ടിന് താഴെ 2 ശരീരഭാഗങ്ങളും ആകെ 4 കാലുകളും അവർക്കുണ്ടായിരുന്നു. ഇതിൽ ഉള്ളിലുണ്ടായിരുന്ന 2 കാലുകൾക്ക് വലിപ്പം കുറവായിരുന്നു. എങ്കിലും ജനിച്ചപ്പോൾ മുതൽ മൈർട്ടിൽ വളരെ ആരോഗ്യവതിയായ ഒരു കുട്ടിയായിരുന്നു. അവർക്ക് 2 പൂർണ്ണമായ പെൽവിസ് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പെൽവിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അരക്കെട്ട്. 2 അരക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് അവർക്ക് 2 ഗർഭപാത്രങ്ങളും 2 ജനനേന്ദ്രിയ വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. 19-ാം വയസ്സിൽ ഡോക്ടറായ ജെയിംസ് ക്ലിന്റൺ ബിക്നലുമായി അവൾ പ്രണയത്തിലാവുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു. മൈർട്ടിലിന്റെ ശരീരഘടന പ്രസവത്തിന് തടസ്സമാകുമെന്ന് പലരും കരുതി. പക്ഷേ അവിടെയും അവൾ ലോകത്തെ ഞെട്ടിച്ചു. 5 മക്കൾക്കാണ് മൈർട്ടിൽ ജന്മം നൽകിയത്. അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം തന്റെ ശരീരത്തിലെ 2 ഗർഭപാത്രങ്ങളും അവൾ ഇതിനായി ഉപയോഗിച്ചു എന്നതാണ്. 3 കുട്ടികൾ ഒരു ഗർഭപാത്രത്തിലൂടെയും 2 കുട്ടികൾ രണ്ടാമത്തെ ഗർഭപാത്രത്തിലൂടെയാണ് ഈ ലോകത്തേക്ക് വന്നത്. ഒരേ സമയം 2 വ്യത്യസ്ത ശരീരവ്യവസ്ഥകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ മൈർട്ടിൽ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രതിഭാസമായി മാറി. തന്റെ 60-ാം വയസ്സിൽ അവർ അന്തരിച്ചപ്പോൾ ആ മൃതദേഹം മോഷ്ടിച്ച് പഠനം നടത്താൻ പലരും ശ്രമിക്കുമെന്ന് കുടുംബം ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കല്ലറയ്ക്ക് മുകളിൽ സിമന്റ് കോൺക്രീറ്റ് ചെയ്ത് കനത്ത കാവലിലാണ് അവരെ അടക്കം ചെയ്തത്. അത്രയേ ഉള്ളൂ.